നമസ്കാരം. ഭാരതത്തിന്റെ പ്രതിരോധ മേഖലയെയും സൈനിക നേതൃത്വത്തെയും ലക്ഷ്യമിട്ടുകൊണ്ടുള്ള വ്യാജ പ്രചരണങ്ങൾ സോഷ്യൽ മീഡിയയിൽ പുതിയ കാര്യമല്ല. എന്നാൽ ഇപ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ വലിയൊരു ചർച്ചയ്ക്ക് വഴി തുറന്നിരിക്കുകയാണ് ഒരു AI ഡീപ് ഫേക്ക് വീഡിയോ. ഇന്ത്യൻ കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദിയുടേതെന്ന പേരിൽ പ്രചരിച്ച ഒരു വീഡിയോയാണ് ഇതിന് ആധാരം. സാധാരണയായി ഇന്ത്യക്കെതിരെ നിലപാടുകൾ സ്വീകരിക്കാറുള്ള ചൈനീസ് സർക്കാർ മാധ്യമമായ ഗ്ലോബൽ ടൈംസ് പോലും ഈ വിഷയത്തിൽ വസ്തുതകൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ആ വീഡിയോയുടെ പിന്നിലെ സത്യമെന്താണ്? നമുക്ക് പരിശോധിക്കാം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ വൈറലായിരുന്നു. ഇറാനിയൻ കപ്പലിൻ്റെ ലൊക്കേഷൻ ഇന്ത്യ ഇസ്രയേലിന് കൈമാറി എന്ന് ജനറൽ ഉപേന്ദ്ര ദ്വിവേദി ഔദ്യോഗികമായി പറയുന്ന രീതിയിലായിരുന്നു ഈ വീഡിയോ നിർമ്മിക്കപ്പെട്ടിരുന്നത്. ഇന്ത്യയുടെ വിദേശ നയത്തെയും ഇറാനുമായുള്ള ബന്ധത്തെയും മോശമായി ബാധിക്കാൻ സാധ്യതയുള്ള അതിശക്തമായ ഒരു പ്രൊപ്പഗൻഡയാണിതെന്ന് വ്യക്തം. എന്നാൽ ഈ വീഡിയോ ശ്രദ്ധയിൽപ്പെട്ട ഉടൻ തന്നെ ഭാരത സർക്കാരിൻ്റെ PIB ഫാക്ട് ചെക്ക് വിഭാഗം രംഗത്തെത്തി. ഈ വീഡിയോ പൂർണ്ണമായും വ്യാജമാണെന്നും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ച് നിർമ്മിച്ച ഡീപ് ഫേക്ക് ആണെന്നും അവർ സ്ഥിരീകരിച്ചു. പാകിസ്ഥാൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ചില അക്കൗണ്ടുകളാണ് ഈ വ്യാജവാർത്ത പടച്ചുവിട്ടതെന്ന് ഔദ്യോഗിക വൃത്തങ്ങൾ വ്യക്തമാക്കുന്നു. ഇവിടെയാണ് കാര്യങ്ങൾ രസകരമാകുന്നത്. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഔദ്യോഗിക മുഖപത്രമായ ഗ്ലോബൽ ടൈംസ് അവരുടെ X ഹാൻഡിലിലൂടെ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തു. ഇന്ത്യയുടെ പ്രതിരോധ സേനയെ ലക്ഷ്യമിട്ട് നടന്ന ഈ വ്യാജ പ്രചരണത്തെക്കുറിച്ചും ഇന്ത്യയുടെ PIB ഇത് തള്ളിക്കളഞ്ഞതിനെക്കുറിച്ചും അവർ വസ്തുതാപരമായി പോസ്റ്റ് ചെയ്തു. സാധാരണഗതിയിൽ ഇന്ത്യയുടെ സൈനിക നീക്കങ്ങളെ വിമർശിക്കാറുള്ള ചൈനീസ് മാധ്യമങ്ങൾ പോലും ഇത്തരമൊരു വാർത്ത നൽകുമ്പോൾ അതിനു പിന്നിൽ ചില വലിയ മാനങ്ങൾ കൂടിയുണ്ട്. ആഗോളതലത്തിൽ വ്യാജവാർത്തകൾക്കും ഡീപ് ഫേക്കുകൾക്കും എതിരെ നിൽക്കുന്ന ഒരു മാധ്യമം എന്ന പരിവേഷം നൽകാനാണോ, അതോ ഇന്ത്യയുടെ വസ്തുതകൾ ലോകത്തിനു മുന്നിൽ അംഗീകരിക്കുകയാണോ ഗ്ലോബൽ ടൈംസ് ചെയ്യുന്നത്? എന്തുതന്നെയായാലും പാകിസ്ഥാൻ അക്കൗണ്ടുകൾ പടച്ചുവിട്ട നുണകൾക്ക് ചൈനീസ് മാധ്യമത്തിലൂടെ തന്നെ തിരിച്ചടി ലഭിച്ചു എന്നത് ഭാരതത്തിന് ഒരു നയതന്ത്ര വിജയം കൂടിയാണ്. യഥാർത്ഥത്തിൽ 2026 മാർച്ച് 7 നടന്ന റൈസീന ഡയലോഗിൽ ജനറൽ ഉപേന്ദ്ര ദ്വിവേദി നടത്തിയ പ്രസംഗമാണ് വ്യാജന്മാർ ഇതിനായി ദുരുപയോഗം ചെയ്തത്. ഓപ്പറേഷൻ സിന്ദൂർ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് അദ്ദേഹം അന്ന് സംസാരിച്ചിരുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്: യുദ്ധങ്ങൾ ഇപ്പോൾ അതിർത്തിയിൽ മാത്രമല്ല, സൈബർ ലോകത്തും നടക്കുന്നുണ്ട്. ശത്രു രാജ്യങ്ങൾ നമ്മുടെ സൈനിക തലപ്പത്തുള്ളവരുടെ പോലും മുഖവും ശബ്ദവും വ്യാജമായി നിർമ്മിച്ച് രാജ്യത്തെ അസ്ഥിരപ്പെടുത്താൻ ശ്രമിക്കുന്നു. ഇത്തരം വാർത്തകൾ ഷെയർ ചെയ്യുന്നതിന് മുൻപ് അവയുടെ വിശ്വാസ്യത പരിശോധിക്കേണ്ടത് ഓരോ പൗരന്റെയും കടമയാണ്. ഗ്ലോബൽ ടൈംസ് പോലുള്ള മാധ്യമങ്ങൾ പോലും ഇന്ത്യയുടെ വിശദീകരണത്തെ പിന്താങ്ങുന്നുണ്ടെങ്കിൽ ഭാരതത്തിൻ്റെ ഡിജിറ്റൽ പ്രതിരോധം എത്രത്തോളം ശക്തമാണെന്ന് നമുക്ക് ഊഹിക്കാം. ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നന്ദി.